നമസ്കാരം. 2019 ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലുമൊക്കെ ഉണ്ടായ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയ അന്വേഷണത്തിൽ നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിലെ പ്രതിഷ്ഠാ ഘടനകളിൽ നിന്ന്, പ്രത്യേകിച്ചും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നും, അതായത് കതകിൻ്റെ ചട്ടക്കൂട്, അതിൽ നിന്നുമൊക്കെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ സുപ്രധാനമായ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം നീക്കം ചെയ്തതെന്നും അത് കേരളത്തിന് പുറത്തേക്ക്, അതായത് ബംഗളൂരുവിലേക്ക് കടത്തിയെന്നും ആയിരുന്നു. പൂജാപരമായിട്ടുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ട ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി നിർദ്ദേശപ്രകാരം അതിവേഗവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിക്കുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധനെ തിരിച്ചറിഞ്ഞതാണ് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായത്. ഗോവർദ്ധൻ SITക്ക് മുമ്പാകെ ഹാജരായി ഔദ്യോഗിക മൊഴി നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയതായിട്ട് സമ്മതിക്കുകയും ചെയ്തു. സ്വർണം നിലവിൽ ഇയാളുടെ കൈവശമുണ്ടോ അതോ ഉരുക്കി മാറ്റിയോ എന്നതൊക്കെ വ്യക്തമല്ലെങ്കിലും അധികാരികൾക്ക് സ്വർണം തിരികെ നൽകാനോ അല്ലെങ്കിൽ അതിന് തുല്യമായ തുക നൽകാമെന്നോ ഉള്ള അദ്ദേഹത്തിൻ്റെ സമ്മതം കേസിന് വളരെ നിർണായകമാണ്. ഈ കുറ്റസമ്മതം മോഷ്ടിക്കപ്പെട്ട വസ്തു പ്രതിയിൽ നിന്ന് ഒരു മൂന്നാം കക്ഷിയിലേക്ക് എത്തി എന്നതിന് വ്യക്തമായ തെളിവ് നൽകുകയും പ്രോസിക്യൂഷൻ കേസ് ശക്തമാക്കുകയും ചെയ്യുന്നു. കേസ് കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് ചെന്നൈയിലെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത സ്വർണവും താൻ വാങ്ങിയതായിട്ട് ഗോവർദ്ധൻ സമ്മതിച്ചു. ഇത് ഓപ്പറേഷൻ്റെ വ്യാപ്തി വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. 2019 മോഷണവുമായി ബന്ധപ്പെട്ട സ്വർണം ഔദ്യോഗികമായി രേഖപ്പെടുത്തി വീണ്ടെടുക്കുന്നതിനായിട്ട് SIT ഉടൻ തന്നെ ബെല്ലാരിയിലേക്ക് തിരിച്ചു. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വീണ്ടെടുക്കുന്നത് നിയമപരമായിട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രതിയുടെ മൊഴിയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളെ കോടതി അംഗീകരിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 27 അല്ലെങ്കിൽ ഭാരതീയ സാക്ഷി അധിനിയമം BSA സെക്ഷൻ 23 പ്രകാരം ഇത് വളരെ സാധുതയുള്ള തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു. SITയുടെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ക്ഷേത്രത്തിലെ 2 പ്രത്യേക ഘടനകളിൽ നിന്ന് കൃത്യം 476 ഗ്രാം സ്വർണത്തിൻ്റെ കുറവ് സംഭവിച്ചതായിട്ട് സ്ഥിരീകരിച്ചു. ഏകദേശം 60 പവനോളം വരുന്ന ഈ അളവാണ് ഗോവർദ്ധൻ വാങ്ങിയതായിട്ട് പറയപ്പെടുന്നത്. ഈ അളവ് പോലീസ് വിജയകരമായി വീണ്ടെടുക്കുകയാണെങ്കിൽ കുറ്റം സ്ഥാപിക്കുന്നതിൽ ഏറ്റവും നേരിട്ട് നിഷേധിക്കാനാവാത്തതുമായിട്ടുള്ള തെളിവായിരിക്കും അതെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ നിർണായകമായിട്ടുള്ള ഒരു ഡിജിറ്റൽ തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മൂരാരി ബാബുവിനോ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനോ അയച്ച സന്ദേശം, മിച്ചം വന്ന സ്വർണം പാവപ്പെട്ട ഒരു കുട്ടിയുടെ വിവാഹത്തിനായിട്ട് നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ആ ഒരു സന്ദേശം മോഷ്ടിക്കപ്പെട്ട വസ്തു കൈവശം വെച്ചു എന്നതിൻ്റെ കുറ്റസമ്മതമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 65B BSA സെക്ഷൻ 61 പ്രകാരം ഡിജിറ്റൽ രേഖകൾക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ഇത് ശക്തമായിട്ടുള്ള ഒരു തെളിവായി മാറും. സ്വർണം എടുത്തു മാറ്റിയ വ്യക്തിക്ക് പുറമെ ഉത്തരവാദിത്വത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ നിയമം നിർബന്ധിക്കുന്നു. ദേവസ്വം ബോർഡ് ആക്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു വസ്തുവും ഒരു കാരണവശാലും അത് ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിനാൽ സ്വർണം വീണ്ടെടുക്കുന്ന പക്ഷം നിയമലംഘനം നടത്താൻ സഹായിക്കുകയോ സമ്മതിക്കുകയോ ചെയ്ത എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ പ്രതികളാക്കേണ്ടതായിട്ട് വരും. അന്നത്തെ പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഈ മൂരാരി ബാബു എന്നിവരെ സഹപ്രതികളാക്കാൻ സാധ്യതയുണ്ട്. നിയമത്തിലെ വ്യക്തമായ വിലക്കിന് വിരുദ്ധമായി സ്വർണം നീക്കം ചെയ്യാൻ അനുവദിച്ച ഏതൊരു ഭരണപരമായ നടപടിയും കുറ്റകരമായ ലംഘനമായി തന്നെ കണക്കാക്കപ്പെടുന്നു. അന്വേഷണം ബെല്ലാരിക്ക് പുറമെ ചെന്നൈയിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ബാക്കിയുള്ള സ്വർണം വീണ്ടെടുക്കുന്നതിനാണ് ഈ ഒരു നീക്കം. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് പണമായി കൂലി നൽകിയില്ലെന്ന് കണ്ടെത്തുകയുണ്ടായി. പകരം കൂലി ഇനത്തിൽ 109 ഗ്രാം സ്വർണം അവർ എടുത്തതായിട്ടാണ് ആരോപണം. ഈ സ്വർണത്തിൻ്റെ ഭാഗവും വീണ്ടെടുത്താൽ മാത്രമേ തെളിവുകളുടെ ശൃംഖല അത് പൂർണ്ണമാവുകയുള്ളൂ. ഈ അന്വേഷണ ഭാഗം മോഷണം ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നടന്നെന്നും ബാഹ്യ കക്ഷികളുമായുള്ള പണമിടപാടില്ലാത്ത ഇടപാടുകളിലൂടെ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതി പ്രത്യേകമായിട്ട് ഉത്തരവിട്ട ഈ അന്വേഷണം ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. 1998 44.8 കിലോഗ്രാം സ്വർണം ക്ഷേത്ര ഘടനകളിൽ പൂശിയതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കേസിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. 97 മുതൽ അവിടെ ജോലി ചെയ്യുന്ന മൂരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും തുടർന്ന് ആരോപിക്കപ്പെടുന്ന അവരുടെ പ്രവൃത്തികളും ഭരണപരമായിട്ടുള്ള വലിയ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്ന അദ്ദേഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും നടപടി പൊതുവിശ്വാസത്തോടുള്ള കടുത്ത വഞ്ചനയെ തന്നെ കണക്കാക്കപ്പെടുന്നു. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ SIT അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റസമ്മതം സ്ഥാപിക്കുന്നതിൽ വീണ്ടെടുക്കലും ഡിജിറ്റൽ തെളിവുകളും നിർണായകമാകും.
അന്വേഷണം 90% പൂർത്തിയാകുമ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുൻ ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ സഹകരിച്ച കക്ഷികളിലേക്കും അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അന്തിമ ഫലം സ്വർണ്ണമോഷണത്തെ മാത്രമല്ല അഭിസംബോധന ചെയ്യുന്നത്, മറിച്ച് വിശ്വാസപരമായിട്ടുള്ള പൊതു ട്രസ്റ്റുകളുടെ നടത്തിപ്പിലെ ഉത്തരവാദിത്വത്തിന് ഒരു പ്രധാനപ്പെട്ട മാതൃക സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്.